പോളിംഗ് അവസാനിക്കുമ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട അവസാന സർവേയിലും ഇടത് വിസ്മയത്തിന് സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തൽ. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നതും 3% സ്ത്രീകൾ ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ 2021 തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയ്ക്കാണ് ആ സർവേ പുറത്തേക്ക് വന്നിരിക്കുന്നത്. What it was in Kerala in 2021. Once again, for those of you who are looking at this and saying you've got this number wrong, it was 99 where left was concerned. No, we don't have the number wrong. We've just calibrated all this information, especially in terms and in view of the current political dynamics of Alliances 2020. പോളിംഗ് പൂർത്തീകരിച്ച് കേരളത്തിൽ SIR നടപ്പാക്കിയതിനു ശേഷമുള്ള പുതിയ വോട്ടർ പട്ടിക പ്രകാരം ശതമാനം ഉയർന്നു കാണുന്നുണ്ടെങ്കിലും എന്നാൽ കഴിഞ്ഞ വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ നിന്ന് 40,000-ഓളം വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വോട്ടർമാരുടെ ശതമാനവും ഇപ്പോഴത്തെ വോട്ടർമാരുടെ ശതമാനവും ചേർത്ത് വെച്ച് പുതിയ വോട്ടിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ 2021 അത് താരതമ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും പുതിയ സന്ദർഭത്തിനും തെരഞ്ഞെടുപ്പ് അതിന്റെ പരമോന്നതിയിലെത്തുമ്പോഴും ഇന്ത്യ ടുഡേ പോലുള്ള പ്രമുഖ ദേശീയ ചാനൽ നടത്തിയ സർവേയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ജനവിധിക്ക് സാധ്യതയുണ്ട് എന്ന നിലയിൽ ഫലം പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസത്തിന് കൂടുതൽ വഴിയൊരുക്കുന്നുണ്ട്. പോളിംഗ് നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സർവേ ഫലത്തെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഇന്ത്യ ടുഡേ പുറത്തേക്ക് വിടുന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മാധ്യമമായതുകൊണ്ട് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ചില അനാലിസിസുകൾ അത് ഓരോ ഘടകത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ 3% സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇടത് സർക്കാരിന് ലഭിച്ചാലാണ് ഈ ഫലം പുറത്തു വരിക എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നത്. എന്തായാലും പോളിംഗ് ദിനം കഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ സർവേയിൽ പോലും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ സർവേകളിൽ ഉണ്ടാകുന്നില്ല. UDFും ഇടതുപക്ഷവുമായി നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ചില സർവേകളിൽ ഇടതുപക്ഷത്തിന് കാര്യമായ മുൻതൂക്കം കേരളത്തിലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തകർന്നടിയും 100 സീറ്റ് കടന്നു പോകുമെന്നുള്ള അവകാശവാദങ്ങളൊക്കെ വെറും പൊള്ളയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം 2021 ഇതുപോലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ UDF അവർ ഭരണത്തിൽ വരുമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു.